കുക്കറിലൊരു ബീഫ് മന്തി. ഈ ബീഫേ ശരിക്കും പറയുകയാണെങ്കിൽ പെരുന്നാക്കത്തെ ബീഫാണ് കേട്ടോ. ഒരുപാട് കിട്ടുമല്ലോ, ഫ്രീസറിൽ നിറഞ്ഞു കിടക്കുകയാണ്. എന്നെ ആരെങ്കിലും ഒന്ന് എടുക്കുമോന്ന് ചോദിച്ചിട്ട്. പക്ഷേ ഞാനിത് ഉണ്ടാക്കിയ സമയത്തെ ഉമ്മ ആദ്യമേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബീഫ്. എല്ലാ ബീഫും അങ്ങനെയാണ്, ഉമ്മ കിട്ടുമ്പോൾ ആദ്യമേ കട്ട് ചെയ്ത് വെക്കും. അപ്പൊ എന്താ വെച്ചാല് ഇതിക്ക് എടുത്ത ബീഫ് കുഞ്ഞു കുഞ്ഞു പീസായി പോയെന്ന് മാത്രം. നിങ്ങൾ എടുക്കുന്ന സമയത്തെ വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. അതാണ് മന്തിക്ക് ആ ഒരു സ്റ്റൈല് കിട്ടുക. അപ്പൊ നമുക്ക് കുക്കറിൽ എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബീഫ് മന്തി ഉണ്ടാക്കുന്നത് നോക്കാല്ലേ. വീഡിയോ കാണുമ്പോഴേ താഴേക്ക് കൂടെ ഒന്ന് നോക്കിക്കോ, അവിടെ ഓരോന്നും ഞാൻ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ, എത്ര അളവാന്ന്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം. നിങ്ങൾക്ക് സെല്ല റൈസ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. 3 കപ്പാണ് കേട്ടോ എടുത്തേക്കുന്നത്. അത് ആദ്യം നമ്മളൊന്ന് കുതിർത്ത് വെക്കണം. അപ്പൊ നമ്മുടെ അരി ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ വെക്കണം കേട്ടോ. ഇനി ഞാൻ 1 കിലോഗ്രാമാണ് ബീഫ് ഇതിലേക്ക് എടുത്തേക്കുന്നത്. അപ്പൊ ബീഫ് നമുക്ക് ആദ്യം ഒന്ന് പുരട്ടി വെക്കാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കുരുമുളക് പൊടി 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണും നല്ല ജീരകത്തിന്റെ പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബീഫ് നല്ല പോലെ സോഫ്റ്റ് ആയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടേ നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൂടെ നമ്മൾ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഈ ബീഫ് നമ്മൾ കുറച്ചു നേരം മാറ്റി വെക്കണം. അപ്പൊ അടച്ചു വെച്ചിട്ട് നമുക്കൊരു 30 മിനിറ്റോളം നമ്മളിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനാവശ്യമുള്ള വെള്ളം തിളപ്പിക്കാൻ വെക്കുക. അതിലേക്ക് ഉപ്പിടുക. 3 കഷ്ണം ഞാൻ പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 8ഓ 10ഓ പീസ് ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കും നമ്മൾ നല്ല ജീരകം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം നല്ല ജീരകം ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ചിക്കന്റെ സ്റ്റോക്കോ അതല്ലെങ്കിൽ ബീഫിന്റെ സ്റ്റോക്ക് കിട്ടുകയാണെങ്കിൽ അതന്നെ എടുക്കുക കേട്ടോ. പിന്നെ എല്ലാവർക്കും അറിയാലോ, മന്തിയുടെ സ്പെഷ്യലാണ് ഈ ഒരു ഉണക്കനാരങ്ങ. അത് 2 എണ്ണം ഞാൻ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് ഓയിൽ കൂടെ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച് അതുപോലെ ഊറ്റി വെച്ചിട്ട് ഉണ്ടായിരുന്ന അരിയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അത് വെന്തതിന് ശേഷം അതും നമ്മൾ ഊറ്റി മാറ്റി വെക്കുക കേട്ടോ. ഇനി നമുക്ക് കുക്കർ എടുക്കാം. അതിലേക്ക് ഒരു 1/3 കപ്പോളം ഓയിൽ ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടായി വന്നാൽ ഒരു തക്കോലം ചേർത്ത് കൊടുക്കാം. 4 ഏലക്ക ചേർത്ത് കൊടുക്കാം. പിന്നെ ഗ്രാമ്പു ഞാനിവിടെ ഒരു 10 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് പെരുംജീരകം വേണം. ഒരു 1/4 ടീസ്പൂണോളം പെരുംജീരകം, 1 ടീസ്പൂണോളം കുരുമുളക്, പൊട്ടിക്കാത്ത കുരുമുളകാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മല്ലിയും 1 ടീസ്പൂണ്, നല്ല ജീരകം 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ബേ ലീഫ് ഉണ്ടെങ്കിൽ അത് ഒന്നുകൂടെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അതില്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സവാള നല്ലപോലെ ഒന്ന് വാടി വരട്ടെ. നല്ലപോലെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കാനുള്ളത്. ഞാനിവിടെ 1 ക്യാപ്സിക്കാണ് എടുത്തേക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്തത് അതുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് തക്കാളി വേണം. അതും 1 തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ബീഫിന്റെ സ്റ്റോക്ക് കിട്ടുകയാണെങ്കിൽ ബീഫിന്റെ സ്റ്റോക്ക് 1 ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ചിക്കന്റെ സ്റ്റോക്ക് തന്നെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചിയുടെ പേസ്റ്റും 1.5 ടീസ്പൂണോളം വെളുത്തുള്ളിയുടെ പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലപോലെ അതൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നല്ല ജീരകം 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗരം മസാലയോ അതല്ലെങ്കിൽ ബിരിയാണി മസാലയോ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂണോളം അതുകൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമ്മളിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി മല്ലിയില വേണം കേട്ടോ. ഒരു 1/4 കപ്പോളം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. 1 ഉണക്കനാരങ്ങ ഇതിലേക്കും വേണം. അത് ഇതുപോലെ നല്ലപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന്റെ സ്മെല്ല് വേറെ തന്നെയാണ്. അപ്പൊ അതൊക്കെ റെഡിയായതിനു ശേഷം നമ്മള് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബീഫ് ഉണ്ടല്ലോ, നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ യോജിപ്പിച്ചെടുക്കുക. ഉപ്പുണ്ടോന്ന് നോക്കട്ടെ. ഈ സമയത്ത് ഞാൻ നോക്കിയ സമയത്ത് ഉപ്പ് കുറച്ച് കമ്മി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. 1 2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും. ഒരുപാട് വെള്ളം ഇതിലേക്ക് ചേർക്കരുത്, പ്രത്യേകം പറയണം കേട്ടോ. എന്നിട്ട് 8 വിസിലോളം വേവിച്ചെടുക്കുന്നുണ്ട്. ബീഫിന്റെ വേവ് നിങ്ങൾക്ക് അറിയാലോ, ആ ലെവലിൽ നമ്മൾ ബീഫ് വേവിച്ചെടുക്കുക. ബീഫ് വന്നിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ നമ്മൾ വിസിൽ കൊടുത്താൽ മതി. എന്നിട്ട് ഇതിന്റെ മുകളിലേക്കാണ് കേട്ടോ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുന്നതിന്റെ മുമ്പ് നന്നായിട്ട് ബീഫ് ഒന്ന് നല്ലപോലെ ഇളക്കുക കേട്ടോ. കാരണം അടിയിലൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് നോക്കണം. അപ്പൊ നല്ലപോലെ ഇളക്കിയതിന് ശേഷം മാത്രം നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക. റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം
ഇനി ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ചേർത്ത് കൊടുക്കാം, ഓപ്ഷണലാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ അങ്ങനത്തെ നിർബന്ധമൊന്നുമില്ല. നമ്മളിത് വീഡിയോ ചെയ്യുമ്പോൾ കുറച്ചൊരു ഭംഗി കൂടെ വേണമല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചേർക്കുന്നു എന്ന് മാത്രം. പിന്നെ കുറച്ച് പച്ചമുളക് ഇതുപോലെ അങ്ങ് കുത്തിവെച്ച് കൊടുത്തോളൂ. പിന്നെ നമുക്ക് ഇതിനൊരു സ്മോക്ക് എഫക്റ്റ് വേണമല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം നടുക്ക് വെച്ച് കൊടുക്കുക. കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്നിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മളൊരു കനലിട്ട് കൊടുക്കാം. എന്നിട്ട് അപ്പം തന്നെ അങ്ങ് അടച്ചു കൊടുക്കാം കേട്ടോ. അടച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്കിത് വിസിൽ വരിയിപ്പിക്കണം. ഒന്നെങ്കിൽ ഒറ്റ വിസിൽ വരിയിപ്പിക്കാം, അതല്ലെങ്കിൽ നല്ല പോലെ പ്രഷർ കയറി വന്നാൽ മാത്രം മതി കേട്ടോ. സാധാരണ നമ്മൾ കുക്കറിൽ എന്തെങ്കിലും വേവിക്കുന്ന സമയത്ത് വിസിൽ വരാൻ ഒരു സമയം എടുക്കുമല്ലോ, ആ സമയത്തിലും കൂടുതൽ സമയം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ തീ ഓഫ് ചെയ്യുക കേട്ടോ. പ്രഷർ കയറിയിട്ടുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. പ്രഷർ കയറിയിട്ടുണ്ടോ നോക്കുന്നത് എല്ലാവർക്കും അറിയാലോ. വിസിൽ ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കിയാൽ മതി, അതിന്റെ അകത്ത് കൂടെ അങ്ങനെ പ്രഷർ പുറത്തേക്ക് വരും. അങ്ങനെ ആയാൽ മതി കേട്ടോ. എന്നിട്ട് ജസ്റ്റ് കുറച്ച് നേരം കൂടെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് തുറന്നതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ ശരിക്കും കുക്കറിൽ ബീഫ് മന്തി ഉണ്ടാക്കാൻ. ബീഫല്ല ചിക്കനും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ചിക്കൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആദ്യം ഒന്നും വേവിക്കേണ്ട ആവശ്യം വരില്ല. ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ റൈസ് മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് കുക്കറിൽ ചിക്കൻ മന്തിയും കാണണം എന്നുണ്ടെങ്കിലേ കമന്റ് അറിയിക്കാം കേട്ടോ, ഞാൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൈസ് ഉപയോഗിക്കാം കേട്ടോ. സെല്ല റൈസ് ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം. പക്ഷേ എനിക്ക് സെല്ല റൈസ് ഉപയോഗിക്കുമ്പോഴേ എന്തോ തൊണ്ടേന്ന് ഇറങ്ങാത്തൊരു ഫീലാണ്. അതുള്ളവരുണ്ടോ എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ബസ്മതി ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൈസ് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവർ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.